ഗൈസ് വീണ്ടും വീണ്ടും വെൽക്കം ടു ഓക്കെ അനാഷ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താ എന്നും ഇങ്ങനെ വീഡിയോ. ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്യല്, ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പറയും ഇനി മുതൽ കൺസിസ്റ്റൻസി തുടങ്ങണം, ഇനി മുതൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാണ്ട് ഒരു ദിവസം വീഡിയോ ഇട്ടാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ വരില്ലേ. ഇപ്പം എന്താണ് എനിക്ക് കൺസിസ്റ്റൻസി വരാൻ കാരണം എന്ന് മനസ്സിലായാ? കാരണം എന്താ വെച്ചാൽ നമ്മളില്ലടാ ഈ വീഡിയോ എടുക്കുന്ന സാധനമൊക്കെ നമുക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന സാധനമല്ലേ. പക്ഷെ നമ്മളിപ്പോൾ പെയിന്റ് അടിക്കാൻ പോവുക, അല്ലെങ്കിൽ അത് ഷോപ്പിൽ പോവുക, അതൊക്കെ നിർബന്ധമായി പോകണം, അല്ലെങ്കിൽ നല്ല കേക്കും. ഇതാരും ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത് നമ്മളെ ബോഡിനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട സാധനമാണ്. അപ്പം എനിക്ക് ഇത്ര കാലം കൺസിസ്റ്റൻസി ഇല്ലാത്ത എന്താ വെച്ചാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ ഒക്കെ വെക്കണം, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഒരു സംഭവത്തിന്. അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണ് ഓക്കെ അനാഷ് എന്നും വീഡിയോ ഇടാത്തത്. അപ്പം എനിക്ക് മനസ്സിലായതാണ് എനിക്ക് എഡിറ്റിങ് തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊരു ചെങ്ങാനെ വെച്ച് നമ്മൾ പൈസയും കൊടുത്ത്. അപ്പം എന്തായി, വീഡിയോ ഇങ്ങനെയാണ് ഇട്ടിട്ട് ഓങ്കാണ്ട് കൊടുക്കും, ഓനാണ്ട് എഡിറ്റ് ചെയ്തിട്ട് നേരാണ് തരും. മനസ്സിലായ? അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇനി മുതൽ എന്നും, കാരണം ഇങ്ങനെ പറയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എത്രക്ക് ഓഡിയൻസിനെ കാണില്ലേ, ഒരു 1000 ആണെങ്കിൽ 1000 ആൾക്കാർ എൻ്റെ പേരിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? മനസ്സിലായ? 1000 ആൾ കണ്ടാലും നമുക്ക് സീനില്ല. അപ്പം അതാണ് പ്രശ്നം. പിന്നെന്താ വെച്ചാൽ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പ്ലസ് ഇസ്രായേലും കൂടി കൂടിയിട്ട് നമ്മളെ ഇറാനെ ആക്രമിച്ചു. ഇറാൻ്റെ എന്തിനാ മൂപ്പരെ പേര്, ഞാൻ ഈ പേര് തെറ്റിച്ച് പറയില്ല, ആയത്തുള്ള ഖമീനി അങ്ങനെ എന്തോ ഒരാൾ. മൂപ്പര് കുറേ കാലമായിട്ട് 1989 മുതൽ ഇറാൻ്റെ പ്രസിഡൻറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം. ഇപ്പം അയാൾ ഇനി എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറേ ന്യൂസ് ചാനൽമാരുണ്ടടാ, എരപ്പ ജാതികൾ അടിച്ചിട്ട് മോന്തക്കുറ്റി തീർക്കണം. ഒരു മിസൈൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഹൈപ്പ് കൂടാൻ വേണ്ടി 500 മിസൈലാണ് ഇന്ന് ഇവിടേക്ക് അയച്ചത്, 500 മിസൈൽ. അല്ലെങ്കിൽ ഒരു 10 മിസൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ 10 അയച്ചിട്ടുണ്ടെങ്കിൽ ഓല എത്ര ഏട്ടാ പറയണ്ടേ, ഒരു 100 പറഞ്ഞോ, 100 മിസൈലാണ് ഇന്ന് UAE. ഈ മീഡിയക്കാരൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട്. സംഭവം നിങ്ങൾക്ക് നല്ലോണം പൈസ ഇട്ടിട്ടുണ്ട്, പൈസ കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷെ എന്താ വെച്ചാൽ ഈ നമ്മളെ കേരളത്തിൽ തന്നെ കുറേ ആൾക്കാർ ഗൾഫിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓലെങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഓലെ മക്കളൊക്കെ അവിടെ പോയി പണിയെടുക്കുക, ആകെയുള്ള കുടുംബത്തിനുള്ള ഒരു അത്താണി. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ വേദനയും വരുത്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നല്ലോണം പ്രാക്ക് കിട്ടും, ന്യൂസ് ചാനൽ അടിച്ചു പോകും ഇമാരത്തെ ഓരോ നോണ സാധനങ്ങൾ ഇറക്കുക. എടാ എന്തിനാണ് നോണ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്, ഉള്ളത് പറഞ്ഞൂടെ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞു കറക്റ്റ് ന്യൂസ് തന്നെ നിങ്ങൾക്ക് എന്താ ഇതെന്താണ് റീച്ച് കുറഞ്ഞതാണ്. അങ്ങനെ റീച്ച് നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണേ. ഇപ്പം എൻ്റെ അമ്മമാർ അങ്ങനെ കുറേ ആൾക്കാർ ഗൾഫിലുണ്ട്, ഇവര് അബുദാബി അവിടെ UAE അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ 500 വിസയിൽ വീണെന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കും, ഒരു മരിച്ചെന്ന് വിചാരിക്കൂലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന ന്യൂസ് ചാനലുണ്ടെങ്കിൽ കേട്ടോ, പറഞ്ഞു കൊടുത്തോ. നല്ല നല്ല പ്രാഗുണ്ട്. ഞാനൊക്കെ ഇവിടെ ഇരുന്ന് പ്രാഗുണ്ട്, കാണിച്ചരാ. ഓല് വലിയ മമ്മൂട്ടി ഉള്ള ന്യൂസ് ചാനൽ പറഞ്ഞാൽ ഉള്ളത് പറയാനുള്ളതല്ല മൊത്തം. എന്തിനാടാ വെറുതെ അടിച്ചിട്ട് മോന്തൻ്റെ ഷെയ്പ്പ് മാറ്റാൻ ആളില്ലായിട്ട് ഇരപ്പ ജാതികൾ. അപ്പം നമുക്ക് പതിവ് പോലെ നമ്മളെ റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വെൽക്കം എവരിബഡേ വെൽക്കം. അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് കാണാം. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രശ്മിക പിന്നെ അതുപോലെ തന്നെ വിജയ് ദേവരകൊണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞത്. പക്ഷേ ഇവരെ ഈ മാരേജിൽ ഇവരെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ഇവർ ഈ കല്യാണം കഴിയണവരെ ഇവർ കപ്പിൾസാണെന്ന് ജന്മത്ത് പറഞ്ഞില്ലേനും. നമുക്കിങ്ങനെ മനസ്സിലാവും എങ്ങനെ ഓല് ഇപ്പോൾ രശ്മിക ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കണം, അതേ ഡയറക്ഷനിൽ ഉണ്ടാവും വിജയ് ദേവരകൊണ്ടിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഓലായിട്ട് പറഞ്ഞില്ല. ഏതൊക്കെ ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കും നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്ന്, പക്ഷേ ഇല്ല. അപ്പം ഇതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ഉപദേശമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമാണ്, ഓളെ കെട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രാവശ്യമാണ് കാണുമ്പോൾ തന്നെ സ്റ്റോറി ഇടുക, ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല, അതൊക്കെ കണ്ട് ഒഴിവാക്കുക. നമുക്ക് കിട്ടണം എന്ന് ബോധ്യമുള്ള സാധനമാണെങ്കിൽ നമ്മൾ പക്ക പ്രൈവറ്റ് ആക്കി വെക്കണം. ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി ചിലപ്പോൾ ഉണ്ടാകാം എനിക്കൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എനിക്കൊരാളെ ഇഷ്ടമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ രണ്ടാൾ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് തന്നെ അറിയിക്കില്ല. ഇനി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ പെർമനൻ്റ് ആയാൽ നിങ്ങൾ ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ടാവും. ഓ ഇതേനില്ലേ ആള് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കാരണം എന്താ വെച്ചാലടാ, നമ്മൾ അറബിയിലൊരു ചൊല്ലുണ്ട്, കുല്ലു ഐനുൻ അങ്ങനെ എന്തോ ഒരു ചൊല്ലാണ്. എല്ലാ കണ്ണിനും കണ്ണീറുണ്ട്. ഐ മീൻ ഇപ്പം നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഓ ഓൻ എന്തൊരു ലുക്കല്ല, അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല.
നമ്മൾ രണ്ടാളി ആ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കും ഓ ഇവരെ എന്തൊരു അടിപൊളിയല്ലേ ഇവരെ ലൈഫ് എന്തൊരു പോയി കഴിഞ്ഞ്. നിങ്ങൾ ആലോചിക്കല്ലടാ, ചില ഏറെക്കുറെ നടന്മാർ, ഇൻഫ്ലുവൻസർമാർ, ഈ ഫാമിലി വ്ളോഗേഴ്സ്, ഇവരൊക്കെ കപ്പിൾസ് റിയൽ ലൈഫിൽ ഡൈവേഴ്സ് ആവുക, റിയൽ ലൈഫിൽ അടിയാവുക. അതെന്താ സംഭവം? എന്താ ഇവലെ ഈ വീഡിയോ ഇവര് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യണതാണ്, അത്ര സ്നേഹമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് കാണുന്ന ആൾക്കാർ കണ്ണ് വെക്കണം. അപ്പോൾ ഈ കണ്ണേറ് മാത്രമാണ് ഇറ്റിങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ തെറ്റിപ്പോവുക, വേറെ കല്യാണം, അങ്ങനെ അങ്ങനെ. ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോണ ആളെ നമ്മൾ ലൈഫിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ നമ്മൾ കിട്ടുക. ഓരെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യില്ല, എഴുതി വെച്ചിട്ട് ഞാൻ അഥവാ ഞാൻ ചെയ്താണെങ്കിൽ ഈ വീഡിയോ എടുത്താൽ നിങ്ങൾ കട്ടാക്കി ഇറക്കിക്കോണം. എനിക്ക് അത്രക്കും 100% കോൺഫിഡൻസ് ആണ്. ഓക്കെ, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ട്രിപ്പും ട്രാവലൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ പ്ലാൻ അതാട്ടാ. ഞാൻ ഇപ്പോഴേ പറയണം, എൻ്റെ ഫോളോവേഴ്സിനോട് പറയാണ്, ഞാൻ എങ്ങാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചില ഇതുണ്ടാവില്ലേ, ഐ മീൻ എനിക്ക് ആ ഭാഗം ഇഷ്ടമല്ല. പക്ഷെ ചിലപ്പോൾ ഫാമിലി വ്ളോഗായിട്ടും ചെയ്യണം എന്നാണ്, അതും രസമാണ്. പക്ഷെ എനിക്ക് ആ രസം വേണ്ടാന്നാണ് എൻ്റെ അടുത്ത്. കാരണം എന്താ വെച്ചാൽ കണ്ണേറ് എന്ന് പറഞ്ഞ സാധനം ഉള്ളതാടാ. കാരണം എനിക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യല് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ട്, അല്ലെങ്കിൽ നല്ല രസമുള്ള ഒരു സാധനം ഇട്ട്, അത് 2 മില്യൺ 3 മില്യൺ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 ദിവസത്തിന് ഈ കിടക്കേന്ന് നീക്കാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയണത് അടിപൊളി, ഓ ചെക്കൻ്റെ അത് ചെക്ക ഇച്ച എങ്ങനെ അങ്ങനത്തെ പറഞ്ഞ് തട്ടിയിട്ട് മനുഷ്യന് മടി വരാടാ. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓരോ അതിൻ്റെതായിട്ടുള്ള ദിക്കറും കാര്യങ്ങളൊക്കെ ചെല്ലലുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഓക്കെ. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് ചങ്ക് പൊട്ടിപ്പോവാണ്. ഈ പിഞ്ചു കൊച്ചിന്റെ മേത്തേക്ക് 70-80 കിലോ ഉള്ള മനുഷ്യൻ കയറി നിൽക്കുകയാണ്. എന്തോ മന്ത്രം ചൊല്ലുകയാണ്. ഇത് എന്ത് ആചാരമാണ്, എന്ത് മതമാണ്? അച്ഛനും അമ്മയും മാത്രമല്ല, എന്നെ ഞെട്ടിച്ചത് ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് പ്രതികരിച്ചൂടെ? മതം വേണം, വിശ്വാസം. അല്ല ഞാനല്ല ആലോചിക്കണേ, എടാ ആ സ്വാമിക്ക് എങ്ങനെയാടാ അത് കണ്ടെങ്കിൽ പ്രസവിച്ച് എത്ര ഒരു 2-3 മാസമായ 4 മാസമായ കുട്ടീൻ്റെ മേത്ത് ആ സ്വാമി കയറിക്ക 2 കാലം കൊണ്ട്. എങ്ങനെയാണ് അതിന് കയറിക്കാൻ തോന്നണേ? ഓരോരോ ആചാരങ്ങളല്ലേ, വെറൈറ്റി ആചാരങ്ങളാ, എന്തെല്ലാം ആചാരങ്ങളാടാ. എന്നിട്ട് കൂടുതൽ ബാക്കിയുള്ളവരും ഇങ്ങനെ നോക്കിക്കുക, ബാക്കിയുള്ളവര് എന്താ വെച്ചിട്ട് സ്വർഗം കിട്ടും അങ്ങനെ എന്തെങ്കിലും. പിന്നെ പറയാനും പറ്റൂല, ഓലെ മതത്തിൽ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ. പക്ഷെ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ വേണടാ നമുക്ക് അല്ലേ. ആ സ്വാമിനെ അടിച്ചു കൊല്ലണം ആദ്യം. ഒന്നും അതിര് കവിയരുത്. നമ്മളുടെ എല്ലാം മക്കളുടെ മേത്ത് പോറൽ വീണ നമ്മുടെ കണ്ണീന്ന് കണ്ണുനീര് ചാടും. ഈ പിഞ്ചു കൊച്ചിന്റെ മേത്ത് കയറി നിൽക്കുമ്പോ ഉണ്ടല്ലോ, ആ കുട്ടിയുടെ വാരിയിൽ ഒടിഞ്ഞു പോകും, ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാകും, മരണം വരെ വേദനിച്ച് നരകിച്ച് ആ കുട്ടി പെട്ടെന്ന് മരിച്ചുകൂടോ. ഒറ്റ ആ കുട്ടിക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാണ്, ആ ചെങ്ങായിട്ട് കാൽമേലുണ്ട കൈയോട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാ. ഞാനൊക്കെ അവിടെ വേണേനടാ, ഞാനൊക്കെ എന്തിനാടാ ഈ കേരളത്തിൽ ജനിച്ചത്? അവിടെ വേണേനടാ. അതിൻ്റെയൊക്കെ ഓൻ്റെ ട്രൗസർ ഉരി, മറ്റേ സാധനമല്ലേ ഇങ്ങനെ നോക്കിയിട്ട് ഓൻ്റെ ട്രൗസർ ഉരിയാൻ പോയിനി എരപ്പ ജാതിയെ. ഞാനൊക്കെ അവിടെ വേണേനടാ, ഞാനവിടെ വേണേനി ശരിക്ക്. ചേട്ടാ നെക്സ്റ്റ്. ക്ഷേത്രത്തിൽ കയറി തെലുങ്കാനയിൽ 2 മാസം പ്രായമുള്ള ദളിത് ബാലികയെ ചവിട്ടിക്കൊന്നു. ഇതാ എന്നെ സംഭവം തന്നെ. ആ സ്വാമി കയറി എന്നാ പിന്നെ അപ്പല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഐ മീൻ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് കുട്ടീൻ്റെ മേത്ത് കയറിക്കണ്ടേ. ആദ്യമായിട്ട് പുതിയ ആചാരം ഉണ്ടാക്കിയതാവുക. അതിൽ ഫസ്റ്റ് തന്നെ കുട്ടി മരിച്ചണേ എന്താല്ലേ. എന്നിട്ട് അത് ഇങ്ങനെ നൊലിയൊളിച്ച് നടക്കുക. അറ്റിങ്ങളല്ലേ ഇപ്പോൾ ആ കുട്ടി സ്വർഗത്തിലാന്നൊക്കെ പറയുന്നുണ്ടാവും. എന്താല്ലേ കണ്ടിട്ട് സങ്കടമായടാ. നമ്മളൊക്കെ ഇവിടെ ജനിച്ചത് നന്നായിട്ടാ, ഭാഗ്യടാ, ജനിച്ചത് നന്നായി. നമ്മൾ ഇതൊരു ഊള സിസ്റ്റാടോ. കൂട്ടുകാരൊരു വല്ലാത്ത ആചാരം നോക്കിയേ. പെണ്ണിന്റെ അച്ഛൻ അമ്മായിപ്പണ്ടല്ലോ വരണ്ട തലയിലിട്ട് തേങ്ങ എടുത്തിട്ട് ഉടയ്ക്ക. ഇനി ഫ്യൂച്ചറിൽ വരായിരിക്കുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ശക്തി ഉണ്ടോ എന്ന് നോക്കാം. തലമണ്ട ടോപ്പ് പൊളിച്ചിട്ട്. ഓ എന്തൊരു ആചാരല്ലേ ഇതൊക്കെ. എവിടെയാണടാ എന്തെല്ലാം ഇത് ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫുള്ള് ആചാരങ്ങളാണ് വരുന്നത്. കല്യാണം കഴിക്കണമെങ്കിൽ ചിലപ്പോഴേ ചെക്കങ്ങനെ നിൽക്കോ കോഞ്ചര ഇതൊന്ന് കഴിയട്ടെ, ഇവിടെ ആള് കൂടിപ്പോയി. ഈ കല്യാണം എത്ര കാലം 30-32 വയസ്സായിട്ട് പെണ്ണിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആചാരമൊക്കെ സഹിച്ചായിട്ട് ഞാൻ ഈ തേങ്ങൻ്റെ അടിയും സഹിച്ചിക്കണേ. ഈ ഇതാണ് കഴിഞ്ഞിട്ട് റൂമിക്ക് വാ കാഞ്ചരടാ തന്തേ, അല്ലാണ്ട് ഇങ്ങനെ നിൽക്കോ.
എന്നാലും തലമണ്ട അടിച്ച് തേങ്ങ വെള്ളം വന്ന് നിങ്ങൾ ആലോചിക്കുക നമ്മളെ തലേക്ക് ഇങ്ങനെ പിന്നെ ഞാനൊക്കെ കേറി പൂശും. കാണാതിരിക്കേണ്ട ജനങ്ങളുണ്ടല്ലോ ചികിത്സക്കുള്ള പണം എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളാത്തിയില്ലേ അല്ല പൈസ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് പൈസ. കുഴപ്പമില്ല. അപ്പൊ പിന്നെ സീൻ ഉണ്ടാവില്ല. അല്ല അപ്പൊ ആ പൈസ ഒക്കെ ഓങ്ക് കിട്ടുമോ? ചുറ്റോടിട്ട് ആൾക്കാരൊക്കെ വാരി പോവും. എന്ത് പൈസ ഇട്ടാന്ന്? പൈസ ഇട്ടിട്ട് എന്താ കാര്യം? വേദന സഹിക്കണ്ട. എന്താപ്പത്? എന്നാലും എന്തൊരു ഈ ആചാരങ്ങളെ കുറിച്ച് നോക്കുമ്പോ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലേ നമുക്ക് പറയാന്. എന്തൊക്കെയാ ആചാരാണോ? നെക്സ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ രാജ്യം അങ്ങനെ വെൽക്കം ചെയ്യാം. നമ്മളിപ്പോ ഇങ്ങനെ ആഫ്രിക്കയില് ചെടിയും ബോഡി ഇട്ടുണ്ട് മോഡി വിചാരിക്കണ്ട അത് ചെള്ളക്കാട്ടി കിടുങ്ങോ? ഇനി ഈ ആചാരത്തിൽ ഇനി മേത്തുക്കാട്ടി കൊടുക്കലുണ്ടോ? ഉണ്ടോ വിചാരിച്ചു ഇങ്ങനെ ആള് ക്ലാപ്പ് അടിക്കണമൊന്നുമില്ല. ഫസ്റ്റ് ഇങ്ങനെ നിക്കുക. ഇനി എന്തെങ്കിലും മേത്തൊക്കെ തട്ടണ പരിപാടി ഉണ്ടോ? എന്തല്ലേ ലോകം മൊത്തം കാണണം കേട്ടാ. എല്ലാം നമ്മള് കയറി ഒരു ചെറിയ കേരളത്തിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾ ഈ കാര്യം ആലോചിക്കലുണ്ടാ. നമ്മളെ ഈ യാത്ര പോണ പോലെ മനസ്സെപ്പോഴും ഭയങ്കര വിശാലതയാണ്. ഒരു കുറേ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളവിടെ ഒരു വാപ്പൻ്റെ സ്വത്തിന് അടി ഉണ്ടാക്കുക, സ്ഥലത്തിന് അടി ഉണ്ടാക്കുക, അവിടെ അടി ഇവിടെ അടി, ചെറിയൊരു മതിലിൻ്റെ പ്രശ്നത്തിന് അടി, അങ്ങനത്തെ പോലൊക്കെ ഈ നാട് കാണാത്ത പോലെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഡെയിലി പണിക്ക് പോയി മൊരടിച്ച് ജീവിതവും ഓല ലോകവും ഇതാണ്. ഈ 2 മതിൽ റെഡിയാക്കുക, പെര റെഡി. ഞാനത് ആലോചിക്കുന്നത് എന്തിനാ ഇപ്പോൾ വലിയ പെര എടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? ഒരു ചെറിയൊരു നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ട്രിപ്പ് പോവുക. ട്രിപ്പ് പോവുക, കുറച്ച് പൈസ ഉണ്ടാക്കുക. ഇംഗ്ലീഷുകാരുടെ ലൈഫാണ്. നമ്മൾ കേരളക്കാർ ഓവർ സെക്യൂർ ആയിപ്പോയി. ഓരോരുത്തർ കായ്ച്ച് തൂറി പണിക്കൊക്കെ പോയി ഗൾഫിൽ. അപ്പം നിങ്ങൾ പറയും എനിക്ക് സുഖമൊന്നുമല്ല. എൻ്റെ അവസ്ഥ നമ്മൾ പണിക്കൊക്കെ പോകലുണ്ട്. അങ്ങനെയല്ല, നമ്മളതായിട്ടുള്ള പണിക്ക് നമ്മളും പോകലുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഞാൻ എൻ്റെ അങ്ങനെ ആക്കാൻ കഴിയുമെന്നൊക്കെ നോക്കൂട്ടെ, കുറച്ചൊക്കെ കഴിയട്ടെ. എന്തിനാ കുറെ പേരങ്ങനെ വലുതാക്കിയിട്ട് എന്താ? ആവശ്യത്തിന് വേണം കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിച്ച് നമുക്ക് നിൽക്കാനുള്ള ഒരു വീട്, ഒരു വണ്ടി, ഒരു അതൊക്കെ വേണം. പക്ഷെ ഈ ഓവർ സെറ്റപ്പിൽ എന്നിട്ട് ഇങ്ങനെ പെരയിൽ ഇങ്ങനെ കൂടെ എന്തിനാടായിരിക്കും? വേറെ രാജ്യങ്ങൾക്ക് ഇറങ്ങണം ആ പൈസക്ക്. ഒട്ടൊക്കെ ആഫ്രിക്കൊക്കെ ഇഷ്ടമായിട്ട് കാണാണ്ട് പോവും. നെക്സ്റ്റ് ആത്മഹത്യ കൊള്ളാമെന്നുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചാൽ മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് പോകണമെന്ന് ചക്കനെ പിടിച്ചു. ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. ആ യാത്ര എന്നേക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ കാനുലേറ്റ് എടുത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കൈയാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ഐസിയുവിലേക്ക് മാറ്റി. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിപ്പിച്ചു. 2 കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. ഇങ്ങനെ തുരക്കണമെന്ന് അറിയണ്ടായില്ലേ? ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു. അപ്പൊ ഞാൻ കാലും കൈ നോക്കിയിട്ട് അടിച്ച് ആകിയതായി. അപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് കഴിയാറായി എന്നിട്ട് ഇതും കൂടി ചെയ്തു. കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ. കണ്ണിനെ ഞാൻ പുലർച്ചെയും പണി കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായിരുന്നു എറണാകുളത്തും പിറവത്തും. പാവല്ലടാ, ജന്മലാലെ കണ്ണില്ലാത്തവരാണെങ്കിൽ വലിയ സീനൊന്നുമില്ലേനി. ഇത് വണ്ടി ഓടിച്ച് പോയി ഒരു ഭാര്യ ഒരു കുട്ടിയുള്ള ആളെ കൃഷ്ണമണി പോയി. ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റൂല. ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇതും കൂടി അണുബാധ കയറിയിട്ട് ഇയാൾ ചിലപ്പോൾ മരിക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നോക്കില്ല, അയാളൊരു ഇമോഷണൽ സാധനമാണ്. എല്ലാ ഡോക്ടർമാർക്ക് പക്ക ഇതുണ്ടാവും. അല്ലാതെ ഒരാളെ കണ്ണെടുത്ത് മാറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുട്ടുവേദന ആയ ഒരാളെ കണ്ണെടുത്ത് മാറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടേതായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഇയാളെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാരില്ലടാ. നമ്മളെ വീഡിയോ കാണുന്ന തൃശ്ശൂർ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഓലെ ഭാഷ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് മറ്റേ ചങ്ങരംകുളമല്ല, ആ മണി കലാമണിച്ചേട്ടൻ്റെ ആ ഏരിയ ഇല്ലടാ. എന്തേനി
എന്തുട്ടൊക്കെ എടി ഇതൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ ഭാഷ ഭയങ്കരടാ. ഞാനിങ്ങനെ കേട്ടുന്നോ, എനിക്ക് തൃശ്ശൂർ ജില്ലകളിലെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നും. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാ. ആ ഭാഷ കേൾക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊടുത്തു പോകും അറിയാതെ. ഇത് ഒരു തൃശ്ശൂർ ഭാഷ അല്ലേ, അത് പാവം തോന്നടാ. നോക്കി ഞാൻ പണി കഴിഞ്ഞ് വരണത് രാത്രി വണ്ടി ഓടിച്ചിട്ട് ഒരു കൂട്ടവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മോന്റെ കൈ പിടിച്ചിട്ട് വട്ടപൂജ, അത് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവന് ഞാൻ ചതിച്ച പോലെ അവനറിയാണ്ട് ഞാൻ ചെയ്തല്ലോ. കണ്ണെടുത്ത് മാറ്റാന്നൊന്നും ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചോദിക്കാൻ ചെയ്ത് ഡോക്ടർമാരെ ഞങ്ങൾ കാണൂല്ല. വെറും ഒരു മുട്ടുവേദനയ്ക്ക് പെയ്ത ചെയ്തിട്ട് ഇത്രയ്ക്കാക്കി. അതിന്റെ പക്ഷെ എന്താണ്, അത് മോശമായി പോയിട്ടാ. കാരണം എന്താ വെച്ചാല് ഒന്ന് ജസ്റ്റ് പറയണേന് കണ്ണെടുത്ത് മാറ്റാൻ പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓനെ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ കാഴ്ച പോയിട്ടുള്ള പരിപാടിയാ. പിന്നെ എത്ര വലിയ കാറ് ബൈക്ക് എന്തുണ്ടായിട്ടും എന്താ കാര്യം, കാഴ്ചയില്ലാതെ. ഓഹ് എന്താ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ, ഓലെ വീട്ടുകാർക്ക് മനസ്സിലാവും. നമ്മളിവിടെ അടുന്ന് ഇങ്ങനെ കോണടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താല്ലേ, ടെൻഷനായി. അല്പം മുമ്പാണ് ഈ നാടകീയ സംഭവങ്ങൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറിയത്. ഗുരുവായൂർ പാസഞ്ചർ അതായത് എറണാകുളത്തേക്ക് പോകുന്ന പാസഞ്ചറാണ്. അത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടതോടുകൂടിയാണ് ഈ ട്രെയിനിന് മുകളിൽ ഒരു യുവാവ് ഇരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ട്രെയിൻ എടുത്ത് നീങ്ങുന്ന സമയത്ത് തന്നെ യുവാവ് ഇതിന്റെ മുകളിൽ കയറിക്കൂടുകയായിരുന്നു. ഇതോടുകൂടി ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വെക്കുന്നു. തൊട്ടുപിന്നാലെ എന്തെങ്കിലും അടിച്ച് കയറുക, ഇതൊക്കെ നമ്മളെ കേരളത്തിലായിട്ട് ന്യൂസ് ആയത്. ഇത് മോനെ നമ്മൾ ഈ ബീഹാർ UP കൂടെ ഒക്കെ ട്രെയിനിൽ പോയാൽ ഡെയിലി ഉണ്ടാവും ഇതേമാതിരി ഓരോന്ന്. എന്നോട് വീഡിയോൻ്റെ ഇടയിലില്ലേ കൊട്ടാവി ഇടരുതെന്ന് പറഞ്ഞാണ് ഇന്നലെ കമൻറ്റിൽ ഒരുത്തന്. കാരണം വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓൽക്കും ആവി വരുമല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാനും. നമ്മളിപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക വിചാരിച്ചോളൂ. ഇപ്പം ഞാൻ ആവിട്ടില്ലേ, ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ആവിടാൻ മതിയാവും. ആവിട്ടുണ്ടെങ്കിൽ പറയട്ടാ, അതുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളത്. അതാ പിന്നെ ഞാൻ ആവി തന്നെയാണ് ഇങ്ങനെയാണ് മുണങ്ങിക്കഴിഞ്ഞ ആവി. ഈ സാധനം ഇത് നമ്മളെ കേരളത്തിലായിട്ട് എത്ര വലിയ ന്യൂസ് ആയി. അമ്മ എത്ര കണ്ടതാണ്. ട്രെയിനിൻ്റെ മേലെ കിടന്നുറങ്ങുക, ടെൻ്റ് അടിച്ചൊക്കെ കിടക്കുന്നുണ്ട് ഓരോന്നിട്ട്. ബോധമില്ലായിട്ടടാ, വെള്ളം അടിച്ചാൽ പിന്നെ പോയി ആള് തീർന്ന് അവിടെ ഉണ്ടാവും ഇങ്ങനെ കിടക്കണം. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സാധനമല്ലേ അയിമലൊക്കെ ഉണ്ടായിരിക്കണത് സുഖസുന്ദര. നമ്മൾ കേരളത്തിലാണെങ്കിൽ വലിയ ന്യൂസ് ആയി. അമ്മ എത്ര കണ്ടത് അതൊക്കെ. ദക്ഷിണേന്ത്യയിലെ സൂപ്പർ താരം തമന്ന ഭാട്ടിയ 1 മിനിറ്റിന് 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഗോവയിലെ ന്യൂ ഇയർ പരിപാടിക്ക് താരം വാങ്ങിയ പ്രതിഫലമാണിപ്പോൾ. 1 മിനിറ്റിന് 1 കോടിയാ? ഓ എന്തല്ലേ, നമ്മളൊരു മിനിറ്റും ഓലൊരു മിനിറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങള്. നമ്മളൊക്കെ ഡെയിലി ഒരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ 500 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ അല്ലെങ്കിൽ ഇനി പോട്ടെ 2000 റുപ്യ. ഇതൊരു മിനിറ്റിന് 1 കോടിയാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. എല്ലാ ഇങ്ങനെ ഈ മറ്റേ സെലിബ്രിറ്റി ആയാലും ഒരു ചരിത്രം ഉണ്ടാവും. ഇവളെ ചിലപ്പോൾ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ ആലോചിക്കില്ലെന്ന് അറിയാം, എത്ര വലിയ പൈസ ഉള്ള ആളാണ്. ഓരോരുത്തരും ഇങ്ങനെ പറയും, ഓ അനാൻഷൻ്റെ ഒക്കെ ലൈഫാണ് അടിപൊളി, അല്ലെങ്കിൽ ഓ അല്ലർജുൻ്റെ ഒക്കെ മാതിരി ആയാൽ മതി, അല്ലെങ്കിൽ ഓ മറ്റേ വലിയ മമ്മൂട്ടിൻ്റെ. നമ്മളിങ്ങനെ പറയണതാ ഓരോരുത്തരെ വ്ളോഗും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറയണതാ. പക്ഷെ ഓൽക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവിടാ. എല്ലാവർക്കും ഒരേ അളവിലെ പ്രശ്നം. ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, യൂസുഫ് അലിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓരോരുത്തരുടെ അളവ് വ്യത്യാസം. ഓൽക്കും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് 100% ഉറപ്പാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രശ്നവും ഇല്ലാത്ത ഓരോരുത്തരെ കണ്ടിട്ടില്ല, മക്കള് ഇതായി വരിക, അംഗവൈകല്യമായി വരിക. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം. അപ്പം നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല നമ്മളെപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ഇപ്പം ഇതിനകത്ത് പറഞ്ഞത് ഇവളത് 6 കോടിൻ്റെ 6 കോടി കിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മളത്ര സമാധാനം ഉണ്ടാവില്ലടാ. അത് ആലോചിച്ചാൽ മതി എപ്പോഴും. നമ്മളത്ര സമാധാനം, രാവിലെ ഉച്ചയ്ക്ക് ചോറ്, ഇഷ്ടമുള്ളത്ര ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ചില്ലായിരുന്നു നടക്കുന്നു. അങ്ങനത്തെ ഒരു ലൈഫ് ഓൾക്ക് കിട്ടൂലേ. ഓലിങ്ങനെ ആള് കാണും, അവിടെ ഇതാക്കി ഇന്ന വീഡിയോയിൽ പെട്ട് അവിടെ എന്തോ ഇവിടെ എന്തോ എനിക്ക് ആകെ കഷ്ടപ്പാട്. ഞമ്മക്ക് എന്ത് സുഖമാണ് പരിപാടിക്കൊക്കെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ നടന്നൂടാ. അത്ര സുഖം വേറെ അതിനെങ്കിലും ഉണ്ടാ. പാടിയായിരുന്നു ഓളെ 6 കോടി പോണ്ടേ ഉപ്പിലിട്ടേക്ക്. കേട്ടിട്ട് തന്നെ ടെൻഷനാണ്. 6 കോടി എന്ന് പറഞ്ഞിട്ട് അസൂയൊന്നല്ലടാ. 6 കോടി, അത് കുറച്ച് 6 മിനിറ്റിന് 6 കോടിയാ. അപ്പം നിങ്ങൾ ചോദിക്കും ഇവക്കൊക്കെ എന്നാ പാവങ്ങളെ സഹായിച്ചൂടെന്ന്. ഇവക്ക് ഓളതായിട്ടുള്ള ചെലവുണ്ടാവേ. ഓള ആ ഡ്രസ്സിന് തന്നെ ഉണ്ടാവില്ലേ ഇപ്പോൾ 1 കോടിയൊക്കെ. കാരണം ഓരോരുത്തർ അതിൻ്റെതായിട്ടുള്ള ലെവലിൽ ഉയരുമ്പോൾ ഓൾക്ക് ആ ഡ്രസ്സ് ഇടേണ്ടി വരും. ഇല്ലേ നാറ്റക്കേസാണ്. അല്ലേ പറയാം ഓള് വലിയ നടിയായിട്ട് ഒരുമാതിരി ഊള മറ്റേ അയൽമാലത്തെ ഡ്രസ്സ് ഇട്ട് ഒന്നൊക്കെ പറയും. ഞാനൊക്കെ അങ്ങനെ ഇട്ട് കളിയാക്കല്. അതാണ്. അപ്പോൾ പിന്നെ പാവാണ്, ജീവിച്ച് പോട്ടെ. ഒഴിവാക്കപ്പോൾ തൽക്കാലം 6 കോടി പാവല്ലേ.
जो भी लड़का मुझे माँ बनने की खुशी देगा उसको हम एक गाड़ी मकान देंगे 2 BHK और 25 से 30 लाख वैसे उसकी पेमेंट है फिक्स बट अगर जितना ज्यादा वो ഓളെന്താ പറഞ്ഞതെന്ന് മനസ്സിലായ ഞങ്ങള്? ഹിന്ദി അറിയണ എനിക്കല്ലടാ. ഹിന്ദി പഠിച്ചേ. ഓളെ പ്രഗ്നന്റ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് ഒരു വണ്ടി നമുക്ക് സഞ്ചരിക്കാൻ കാറോ ബൈക്ക് എന്നും പിന്നെ 13 ലക്ഷം ഉറുപ്പ്യ പിന്നെ ഒരു 2 BHK ഫ്ലാറ്റ് ഓല് തരുന്നു പ്രഗ്നന്റ് ആക്കി കൊടുക്കുക. പക്ഷെ ഇതൊക്കെ ആരെയും പ്രഗ്നന്റ് ആക്കിണ്ടാവടാ. കാരണം എന്താ വെച്ചാല് വീഡിയോ എത്രക്കും വയറിലൊക്കെ കുറച്ച് മുമ്പ് പറയണ്ട ബ്രോ. ഇവിടെ വെറുതെ അങ്ങനെ നടക്കല്ലേ. അതാണ് എന്തല്ലേ ഇതൊക്കെ. ഇവിടെ പേരെന്താണ്? അപ്പിന ദേശ്. അത് വേറെന്താണ് ചാനലിന്റെ പേരാണ്. ഇങ്ങനത്തെ ഒക്കെ ശരിക്കുണ്ടാ? നമ്മളെ മതത്തിൽ ആറാമാണ്. എന്തിനാണ് വെറുതെ ഓളെ കല്യാണം അയക്കണ്ടേ? എന്തിനാണ് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിണറുത്താൻ പോണ്? ഒഴിവാക്ക്. ഹറാമിന്റെ വർത്താനാണ്. റമളാൻ മാസത്തിലാണോ അൻസേ പറയണത്? ഇതൊക്കെ ഒരു മുസ്ലിം ആണോടോ? അങ്ങ് പ്രഗ്നന്റ് ആക്കി കൊടുക്കണല്ല. എടാ 13 ലക്ഷം കിട്ടി വിചാരിച്ചിട്ട് അതിന് പോകുന്നതാണ് അൻസേ. എന്തൊരു മോശടാ. എൻ്റെ ഒക്കെ മൈൻഡ് ഭയങ്കര പോക്കട്ടാ. അസ്തഗ്ഫിറുല്ലടാ. വീഡിയോ ചാണകത്തിൽ കിടന്ന് കളിക്കാതെ ഉറുമ്പൻ. ചാണകം എന്ന് പറഞ്ഞാൽ തിങ്ങിന് വളമായിടുന്ന സ്ഥലമാണ്, തലക്ക് വളമായിടുന്നതല്ല. വല്ലാത്തിയതികളല്ലേ. എടാ ഞാനല്ല ആലോചിക്കുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഉണ്ടോ? ചാണകം കൊണ്ട് ആദ്യം ഒരുത്തൻ ഒരു ആമന്റെ ഷേപ്പ് ഉണ്ടാക്കണ്, എന്നിട്ട് ഒരുത്തൻ അയിമല് ഈ കിടന്ന് പെടയിന്. കണ്ടിട്ട് തന്നെ അറപ്പാകുന്നു. എന്നാലുംല്ലേ എന്താണ് നല്ല വീഡിയോസ് ഒന്നും ഇല്ല പഠിച്ചോനെ. നെക്സ്റ്റ് വീഡിയോ. സോഷ്യൽ മീഡിയയിൽ വൈറലായി 70 വയസ്സുകാരുടെ അതിശയിപ്പിക്കുന്ന ഡാൻസ് വീഡിയോ. ഒരു കല്യാണത്തിനാണ് ബാക്ക് ഫ്ലിപ്പ് ഉൾപ്പെടെ ചെയ്ത്. ബാക്ക് ഫ്ലിപ്പൊക്കെ എന്താ ആരെങ്കിലും ഇല്ലേ 2 കൊടുത്തിട്ടുണ്ടാവും. അതുവരെ ഇങ്ങനെ നിൽക്കാവും. 2 കൊടുത്തപ്പോൾ പാട്ടിനനുസരിച്ച് തുള്ളണണ്ടാ. അപ്പം ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടടാ. ശരിക്കുള്ളതാണ് അറിയില്ലട്ടാ. നമ്മളെ ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഉണ്ടോ അറിയില്ല. ഈ ഒരു മലബാർ ഏരിയ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ആ ഒരു ഭാഗത്ത് ഫാമിലി മൊത്തത്തിലിരുന്ന് വെള്ളടി സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ വല്യപ്പ, വല്യമ്മ, ഇമ്മ, ഇപ്പ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാ. എന്നോട് ആരോ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു കോട്ടയത്തുള്ള ഒരു അച്ചായന് എന്ന് പറഞ്ഞാൽ കോട്ടയം അച്ചായന്. ഓൻ അച്ചായനാണ്. ഓൻ പറഞ്ഞു ഒരു ഫാമിലി ഒരു ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഓല അവിടെ അങ്ങനെയാണല്ലോ സിസ്റ്റം. എല്ലാവരും ഇരുന്ന് ഒപ്പരം ഇരുന്ന് നിന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളവിടെ ഒന്നും ആലോചിക്കാൻ തന്നെ പറ്റില്ല അല്ലേ. അവിടെ അങ്ങനെ ഉണ്ട്. നമ്മൾ വീഡിയോ കാണുക ഏതെങ്കിലും ആ ഭാഗത്തുള്ള കേട്ടോ, ഈ കോഴിക്കോട് ഈ ഭാഗത്തല്ലാത്ത ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ച കേട്ടോ കമൻറ്റിൽ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട്. കാരണം എനിക്കൊരു ഡൗട്ടർ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അത് അടിപൊളിയാവൂലേ നമ്മളെ പടത്തിലൊക്കെ കാണുന്ന മാതിരി. എന്നാ നമ്മൾ ആലോചിക്കാൻ കഴിയില്ല എനിക്ക് എങ്ങനെ ഉണ്ടാവുകയെന്ന്. നെക്സ്റ്റ് വീഡിയോ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികന്റെ തലയിൽ ചക്ക വീണു. ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിരിക്കാൻ വരും അല്ലേ? നമ്മൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കല്ലേ ഇപ്പോൾ ദേഷ്യം പിടിക്കും. ഒരാളെ കുറിച്ച് ചക്ക വീണിന് കളിയാക്കണം. പക്ഷെ ഫസ്റ്റ് നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനം ചിറിയല്ലേ ആണ്. എന്നിട്ട് നമുക്ക് ഇനി ബാക്കി കേൾക്കാം. ഇനി നമുക്ക് ടെൻഷനാണോ എന്താന്നൊക്കെ കേട്ടോ. അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ പ്ലാവിൽ നിന്നാണ് ചക്ക വീണത്. ബോധരഹിതനായ ഓമല്ലൂർ സ്വദേശി ഗംഗാധരൻ നായർ ഇപ്പോൾ ചികിത്സയിലാണ്. തലയിലും കൈകാലുകളിലുമാണ് പരിക്കേറ്റത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. അപ്പൊ ചിരിക്കണ്ട, കാരണം ആക്ക് കാര്യമായിട്ട് ചക്ക വീണാണ്. പിന്നെ ഈ ന്യൂസ് ഇത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാല് തലയിൽ ചക്ക വീണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിയും അറിയാതെ പെട്ടെന്ന് അത് ചിരിച്ചോ. പിന്നെയാണ് നമുക്കൊരു ഇത് വരാം, മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് ചിരിച്ചത്. ഞാനും ഇന്ന ഇത് പറയാന്ന് കണ്ടട്ടാ, എനിക്ക് ടെൻഷനാവും. തലയിൽ ചക്ക വീണെന്നൊക്കെ പറഞ്ഞാൽ ആകെ വർഷത്തിലൊക്കെ ആദ്യമായിട്ട് ഒരു വട്ടമൊക്കെ ഉണ്ടാവുള്ളൂ, കൊല്ലത്തിൽ ഒരൊട്ടൊക്കെ തലയിൽ ചക്ക വീണ സംഭവം. ഒരു ചക്ക കേസ്. വീഡിയോ. ചാനലില് വന്നെന്ന് പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് ചാനലാണ് എന്നെ കാണിക്കണത്. ഇത് ലോകം മൊത്തം അറിഞ്ഞു. ഇയാളെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിനി. റമളാൻ മാസം പള്ളിക്കൊന്ന് ഫോൺ കട്ടാണ്ട് പോവാ. എന്നിട്ട് അയാളിപ്പോ തിരൂര് മാർക്കറ്റിലെത്തിന് ഫോണ് വെക്കാന്. അപ്പൊ അത് അയാൾക്ക് തന്നെ വീഡിയോ കാണിച്ചു കൊടുക്കുക. അയാളെ ചൊണ്ണയ്ക്കാണ് ഈ പാവടാ. അയാളിപ്പോ ഇങ്ങനെ ആലോചിക്കാണ്, ആകെ കുടുങ്ങി എന്താ ഇപ്പൊ കാട്ടുക. കാരണം
ഇയാളെല്ലാം ഇപ്പൊ നല്ല ഫോൺ ഉണ്ടാവില്ല, അയാൾ എന്തെങ്കിലും പൈസക്ക് ആവശ്യം വന്നപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ എടുത്ത് വിൽക്കാതിരിച്ച് പോയതാവും. ഇത് ഇങ്ങോട്ട് ഇൻസ്റ്റ മൊത്തം അറിഞ്ഞ് ഇയാൾ സെലിബ്രേറ്റ് ആയി ഫോൺ ഇങ്ങോട്ട് വിൽക്കാൻ പോയി. ചിലപ്പോൾ 2-3 ദിവസം അവിടെ വെച്ചിട്ടുണ്ടാവും ഫോണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സംശയമൊക്കെ ആറിയിട്ട് അയച്ചാണ്ട് പോയതാവും. അതിൽ ഇവരിങ്ങനെ ന്യൂസ് കാണിച്ചു കൊടുക്കുക, അതാ കണ്ട ഇതിപ്പോ എടാ ഈ പൊട്ടനിപ്പോ ചോറ് ബസാർ കൊണ്ടുപോയി വിറ്റൂടേനി, നമുക്ക് എത്ര പൈസ ഇട്ടു ഇനി മോയന്തേ. ഇത്ര 10-30 വയസ്സായിട്ട് ഏരപ്പ ജാതി ബുദ്ധി ഇല്ലാതെ കക്കാറിങ്ങനെ കക്കാനും വേണ്ട ഒരു സ്കില്ലൊക്കെ മോയന്തേ. ഇജ ഏതാണ് നിങ്ങൾ ശ്രദ്ധിച്ചണോന്ന് അറിയില്ല, മൂപ്പരെ ബനിയന്മലൊക്കെയാണ് ഫോക്കസ് ഓൺ എയിം. അതിനനുസരിച്ചുള്ള ഒരു ലീക്ക് വിരാന്റെ മാറ്റത്തെ മോന്തിയായിട്ട് ആള് വന്നു ബനിയന്മല എഴുതിയത് നോക്കടാ, ഫോക്കസ് ഓൺ എയിം കണ്ടാ. എന്തല്ലേ ഓ ആകെ കണ്ട് നറിയിട്ട് എന്തപ്പോ കാട്ടുക, ലോകം മൊത്തം അറിഞ്ഞു. ഇത് 1-2 ആളാണെങ്കിൽ കുഴപ്പമില്ല, ആകെ ഒന്നും പറയാനില്ല. ഫോണാണ്ട് വാങ്ങി ഇങ്ങോട്ട് വെക്കലോ ഓല് പറയാണ് ഇതാ വീഡിയോ സൈതതാ ഇത് നിങ്ങളല്ലാന്ന് ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല, ബനിയന്മേൽ ഫോക്കസ്. കുഞ്ഞുട്ടിയുടെ കൊടുത്ത ആളെ കിട്ടിക്കണട്ടോ, അതിമ കുറച്ചൊരു പ്രശ്നമുണ്ട്. ഹലോ പാവടാ, പാവത്തിനെ തല്ലണ്ട. കാരണം എന്താ വെച്ചാൽ അത് നിക്കണം വയ്ക്കാം, അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ സാധാരണ ഇതിപ്പോ ഓടിയിട്ടും കാര്യമില്ല, ആകെ കണ്ട് നാറിയിട്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. ഓടിയാലും പിടിക്കും, കാരണം അയാളെ വീഡിയോ ഫോട്ടോ ഫുൾ ആകെ പരിചയം നല്ല അടിയും കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും, ഞാൻ എന്താ എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി, കുറേ കഷ്ടപ്പാടൊന്നും അറിയാതെ ഫോണ് കട്ടോയതാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് കരഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കഴിച്ചിലാവുകയാണെങ്കിൽ കഴിച്ചിലാവട്ടെ. അമ്മീൻ ഏതായാലും പാവം മോന്ത കണ്ടാ അടിക്കാൻ കഴിയില്ലടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നാളൊരു ദിവസം പണ്ട് 2025 ജനുവരി 1 ഒരു ഇന്ത്യക്കാരനെ ഈ നായിൻ്റെ മോനിൻ്റെ ഇത് കൊണ്ടുപോയി മറ്റേ എന്താണ് പാർസൽ കട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടില്ല. ഓൻ്റെ അതേ മുഖച്ചായ എനിക്ക് തോന്നണം ഇപ്പം പണ്ട് ഇന്ത്യക്കാരനെ തന്നെ തോന്നുന്നുണ്ട്, ഇപ്പം മലയാളി ആയത്. ഓൻ്റെ അതേ മുഖച്ചായടാ. നമ്മള് ഓനിൻ്റെ കുറച്ച് എനിക്ക് ആദ്യമായിട്ട് ഈ ഇൻസ്റ്റയിൽ കൊളാബറേഷൻ വരില്ല, നമ്മള് ഓരോ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർഫ്യൂം അയച്ചുതരും, ഒരു വാച്ച് അയച്ചുതരും, എന്നിട്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അയച്ചത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കൊളാബ് വന്ന ഇതിൽ ഇങ്ങനെ നിൽക്കണം, പ്രൊമോഷൻ തന്നെയാണ് ഇങ്ങനെ നിൽക്കണി. അപ്പോഴാണ് ഈ നായിൻ്റെ മോനായിട്ട് പോയത്. എന്നിട്ട് ഇവനെ തല്ലാൻ വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ റെഡി ആയി നിൽക്കുക. അതിൽ ഇവനാണ്ട് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് നായിൻ്റെ മോനെ വിളിച്ചാണ്ട് വീഡിയോ എടുത്താണ്ട് വിട്ട് അതാണ്ട് ഇട്ടാണ്ട് ട്രെയിനിലാണ്ട് കയറി നാട്ടിലെത്തിയപ്പോൾ അത് 5 മില്യൺ ആകെ വൈറലായിട്ട് ഫുള്ള് ഫേസ്ബുക്കിൽ ഫുള്ള് തെറി, യൂട്യൂബിൽ ഫുള്ള് ഉമ്മമാർ എന്തിനാ മോനെ നായിൻ്റെ മോനെ വിളിക്കുന്നത്, ഇൻസ്റ്റയിൽ ഫുള്ള് ചിറിയും. അതാണ് ഇപ്പം ഈ വീഡിയോ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരിക, ഫേസ്ബുക്കിൽ ഫുള്ള് തെറിയാവും. കാരണം ഫുള്ള് നമ്മളെ ഈ വയസ്സായ ആൾക്കാരാണ് കാണുക. ഇൻസ്റ്റയിൽ ഫുള്ള് ചെക്കന്മാർ ഫുള്ള് കോമഡി ആക്കി എടുക്കും, യൂട്യൂബിൽ ഫുള്ള് ഉമ്മാര് ഓ എൻ്റെ മോനെ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്, ഈ ചെങ്ങായി കോമഡി എങ്ങനെയാണ്. ഏതായാലും പാവലേ തിരൂര് പാവം പോയടാ. അത് അങ്ങനെയാണ് മുത്തേ, ഇടക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, മനസ്സിലായ. വീഡിയോ കാണാം. എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാട്ട് നിങ്ങൾ വീട്ടുകാരിൽ പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ നിങ്ങൾ തായോളി മൈരേന്ന് വിളിക്കേ. ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയാം. നമ്മളിങ്ങനെ പറയില്ല, നമ്മള് ഇപ്പൊ നാട്ടിലത്തെ ചെക്കന്മാരെ ഇവനെ നായിന്റെ മോനെ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ മറ്റേ ദിലീപിന്റെ പടത്തിലുള്ളടാ സോറി ഞാൻ പറയില്ലടാ തെണ്ടി, സോറി നിന്റെ അപ്പം വന്ന് പറയടാ പട്ടി എന്ന് അറിയില്ലേ. അതേമാതിരത്തെ ഒരു സാധനം ഈ പെണ്ണ് പറയണണ്ടാ, എൻ്റെ ഏട്ടനെ തായോളി അത് ഇത് എന്ന് വിളിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. അതേമാതിരി എൻ്റെ തന്തനോട് പോയി പറയാന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജ് കേൾക്കൂലെന്ന് എനിക്കറിയാം, അങ്ങനെ പറയില്ലേ. അതേമാതിരി തോന്നുന്നു, പക്ഷെ ഇവൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഞാനങ്ങനെ പറയലുണ്ട് കേട്ടോ, ഓരോരുത്തരെ കളിയാക്കുമ്പോ. ഇത് നമ്മളില്ലേ റാൻഡംലി വരുന്ന റീല് പെട്ടെന്ന് അങ്ങോട്ട് ചെറിയ വന്നോ. ഇത് ഞാനിപ്പോ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ കണ്ടാണ് ഇങ്ങനെ നിൽക്കാം. മറ്റാളെ നേരത്തെ മുമ്പത്തെ ആളെ ഫോൺ പൊക്കിയത് ഇങ്ങനെ കണ്ടാണ്, പെട്ടെന്ന് ഈ പെണ്ണിന്റെ സൗണ്ട് എൻ്റെ ഏട്ടനെ തായോളി അതെന്ന് വിളിക്കണ്ടേ അതെന്ന് പറഞ്ഞാണ്. എന്താ ഓരോ കോമഡി ഇവളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ. ലോകത്ത് ജീവിക്കാൻ പിന്നെ എന്ത് സുഖം. നെക്സ്റ്റ് വീഡിയോ. 2 വീടുകൾ, 1 ഫ്ലാറ്റ്, 3 വാഹനങ്ങൾ, കൈ നിറയെ പണവും.
ഇതൊരു കോടീശ്വരന്റെ സമ്പാദ്യത്തിന്റെ കുറച്ച് വിവരങ്ങളാണ്. പക്ഷേ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നോ? ഇതൊരു സാധാരണ കോടീശ്വരനല്ല. ഇൻഡോറിലെ ഈ കോടീശ്വരൻ ഒരു യാചകനാണ്. മൽഗിലാൽ ഒരേ സമയം യാചകനും കോടീശ്വരനുമാണ് എന്നുള്ളതാണ് പ്രത്യേകത. വർഷങ്ങളായി ഭിക്ഷയെടുത്ത് സമ്പാദിച്ചതാണ് കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങളും വാഹനങ്ങളും എല്ലാം. ഇതിലെ വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കാറിലാണ് ഭിക്ഷാടനത്തിനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനുള്ള വാഹനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു ദിവസം 400 മുതൽ 500 രൂപയൊക്കെ വരെ, 400 രൂപ 500 രൂപ ഇങ്ങനെ വലിയ വലിയ തുകകളൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തുകയൊക്കെ പോയി കളക്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഇതൊരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്ന ചുറ്റുവട്ടം ഇവിടങ്ങളിലൊക്കെ പോവുക, എന്നിട്ട് പലിശയ്ക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ വളരെ എക്സിക്യൂട്ട് ചെയ്ത് വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ഭിക്ഷാടകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തല്ലേ നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ആ പിച്ചക്കാരൻ്റെ അത്ര ബുദ്ധി ഉണ്ട് നമുക്ക്. എന്നും കാറിൽ പോവാം. അപ്പോൾ വൈഫ് അപ്പോൾ കല്യാണം അയച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഓരോരുത്തർ കാമുകിമാരൊക്കെ, അപ്പോൾ കാമുകിമാരെ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് വർക്ക് ഇവിടെയാണ് അതിൻ്റെ പാലത്തിൻ്റെ അടി. ഇനിയിപ്പോൾ വെയിലുള്ളതാണ്. രാത്രിയൊക്കെ ഫുള്ള് AC-ലൊക്കെ ആവും ഉറങ്ങാം. രാവിലെ ഇപ്പം കഷ്ടപ്പാടുണ്ടല്ലേ എല്ലാവർക്കും. എന്നാലും ബുദ്ധി ആലോചിക്കണം. ആ മറ്റേ പിച്ച അയച്ച് കിട്ടിയ ആ പൈസ പലിശക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് കടം കൊടുക്കും. നീ തിരിച്ചു തരുമ്പോൾ അതിൻ്റെ ഡബിൾ എറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ 10-1 10-2 എന്നാൽ ലാഭമല്ലടാ. ബിസിനസ് മൈൻഡ് നോക്ക്. എന്താലേ കള്ളോ. വീഡിയോ കാണാം. സുന്ദരി നീ വന്നു ഗസലാ, സുറുമ വരച്ച പെണ്ണറിജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ, ചന്ദനമീനി നിന്റെ മഹിമ. പാട്ടൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾ 6 ആളും കൂടി പാടിയിട്ട് ആകെ കൊളായിന് കേട്ടാ. എനിക്ക് തോന്നണ ഈ പെണ്ണ് പാട്ടാടുന്നതേ ചിലപ്പോൾ റൂമിൻ്റെ അപ്പുറത്ത് ഇമ്മിയും വാപ്പി ആരും കാണണ്ട വിചാരിച്ചിട്ട് ചെമ്പകനി വന്നു ഗസല സുർമ വരച്ച പെണ്ണരജില. ഇത് 6 ആളൊക്കെ പാടുന്നു. ഒരാൾ സംഘഗാനാണോ? 6 ആളൊക്കെ പാടുന്നതിന് ഒരാൾ പാടിയാ പോരെ? അറബിക്കഥയിലെ റാണിയായി ഒരു കിനാവിലും വന്നു നീ, അർപ്പണമുട്ടിന്റെ താളമായി അടിയുലഞ്ഞെന്റെ കൽബില്. എന്താ പറയണ്ടി അറിയില്ല. കളിയാക്കാനും തോന്നുന്നുണ്ടേ. പാവടാ ഒഴിവാക്ക് ഗൈസ്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോസ് ഫുള്ള് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടവരുണ്ടെങ്കിൽ ഇന്നലത്തെ മാതിരി കമൻറ്റിലൊന്ന് ഫുള്ള് കണ്ട് അല്ലെങ്കിൽ ഫുള്ള് കണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. എനിക്ക് ജസ്റ്റ് ഒന്ന് സന്തോഷമാവാനാണ്. കാരണം നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഫോളോ ചെയ്യാത്തവർ ഫോളോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ബാക്കി നാളെ വരും കേട്ടോ. നാളെ എന്തായാലും വരും. ഇനി എന്നും നിങ്ങൾക്ക് എന്നെ കാണടാ. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു. എല്ലാവർക്കും നോമ്പൊക്കെ അല്ലേ? നോമ്പൊക്കെ നോക്കണടാ.